ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ വരും ദിവസം മുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ഒരുപിടി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഞങ്ങൾ എന്ന് പറയുമ്പോൾ നാളെ മുതൽ നിങ്ങളുടെ മുൻപിൽ പുതിയൊരു അതിഥി ഉണ്ടായിരിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വിശേഷങ്ങൾ പറയുവാൻ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലിലൂടെ പുതിയൊരു താരത്തെ ഞാൻ പരിചയപ്പെടുത്തുന്ന നാളെ മുതൽ. അപ്പം നാളത്തെ ഗൗതമിൻ്റെയും അളകനന്ദൻ്റെയും കഥയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഗീതുവിന് ചില സംശയങ്ങൾ തോന്നുകയാണ്. കാരണം തങ്ങളെ കൊണ്ടുവന്ന ഡോക്ടറുടെ വാഹനമോ ഡോക്ടറെ കാണാതെ വരിക, തങ്ങളെ ഫോണും കാണുന്നില്ല. അപ്പോൾ ഗീതു പെട്ടെന്ന് രതീഷിനോട് പറയുകയാണ്, ഇനി നമ്മൾ വല്ല ട്രാപ്പിലും പെടുത്തിയതാണോ ആരെങ്കിലും എന്നൊരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ രതീഷിനും തോന്നുകയാണ് ഒരുപക്ഷെ അങ്ങനെയാകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ആ ഡോക്ടർ ഇവിടെ കാണേണ്ടിയായിരുന്നല്ലോ. അവിടെയൊക്കെ ഇങ്ങനെ ഗീതവും രതീഷും പരിശോധിക്കട്ടോ, അല്ലെങ്കിൽ അന്വേഷിക്കുക ഈ ഡോക്ടറെ. പക്ഷേ ആ ഭാഗത്തുനിന്നും ഈ ഡോക്ടറെ കാണുന്നില്ല, അതായത് പിങ്കിനെ കാണുന്നില്ല. അങ്ങനെ ഇനി ശരിയാകില്ല, എത്രയും വേഗം ആശുപത്രിയിൽ എത്തണം, ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞ് രതീഷും അതുപോലെ ഗീതവും കൂടെ വെച്ചടിച്ച് പോകട്ടോ. എന്തായാലും സമയം ഒരുപാട് വൈകി. തങ്ങളുടെ വാക്ക് തങ്ങൾക്ക് വേണ്ടി, നന്ദ ഡോക്ടർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണ്, ഏറ്റവും വലിയ ഉപകാരമാണ് എന്നൊക്കെ ഗീതുവിനും രതീഷിനും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ വൈകിപ്പോയെങ്കിലും എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തണമെന്നുള്ളൊരു വാശിയോടുകൂടി വിട്ടഴിച്ച് പോകുന്നു. ഈ സമയത്ത് പിന്നെ മറുഭാഗത്ത് കാണുന്ന നന്ദയും ഗീതുവിനെയും രതീഷിനെയും അന്വേഷിച്ചു പോയിട്ട് കാണുന്നില്ല. അങ്ങനെ ആ സമയത്താണല്ലോ ഗൗതം വിളിക്കുന്നത്. അപ്പോൾ ഗൗതം വിളിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, എത്രയും വേഗം നീ ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. അതുമാത്രം നന്ദ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് വരുന്നു. അപ്പം ഗൗതം വിളിച്ചപ്പോൾ നന്ദ ഒരു പക്ഷേ പ്രതീക്ഷിച്ചത് ഗീതു അവിടെ എത്തി എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും നന്ദ പെട്ടെന്ന് വരുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തുക. ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴാണ് സംഭവം അറിയുന്നത് ഗീതു ഇതുവരെയും വന്നിട്ടില്ല എന്നും അതേ സ്ഥാനത്ത് ഗീതുവിൻ്റെ സ്ഥാനത്ത് പിങ്കിനെ ആ ഹോസ്പിറ്റലിലേക്ക് കയറ്റി എന്നും നന്ദ ആ ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കിയാണ്. ഈ സമയത്ത് പെട്ടെന്ന് തരിച്ചു നിൽക്കുന്ന സമയത്താണ് ഇതാണ്ട് രതീഷും അതുപോലെ ഗീതവും കൂടെ വെപ്രാളം പിടിച്ച് നന്ദയുടെ മുൻപിലേക്ക് ഓടി വരുമ്പോൾ കാര്യം മനസ്സിലായി. എന്താണ് നിങ്ങൾ കാണിച്ചത്? എത്ര സമയമായി ഞങ്ങൾ വിളിക്കുന്നു, ഗീതുവിൻ്റെ വീട്ടിൽ വരെ ഞാൻ എത്തിയില്ലേ, നിങ്ങൾ എന്ത് ചതിയാണ് ഞങ്ങളോട് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് നന്ദ പൊട്ടിക്കരയും പൊട്ടിക്കരയുന്ന സമയത്ത് ഈ രതീഷും അതുപോലെ ഗീതവും പറയുകയാണ്, ഞങ്ങളെ ആരോ ചതിച്ചതാണ് നന്ദ ഡോക്ടർ എന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് ഗൗതമനും നന്ദയ്ക്കും എന്തോ തോന്നുക. അപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ഗൗതമനോടും നന്ദയോടും പറയുകയാണ്, നന്ദയോടാണ് കേട്ടോ ഈ കാര്യങ്ങൾ പറയുന്നത്. ഗീതു പറയുകയാണ്, ഇതുപോലെ ഞങ്ങളുടെ അവിടെ വീട്ടിൽ ഒരു ഡോക്ടർ വരികയും ഞങ്ങളെ ചില ടെസ്റ്റിന് ഞങ്ങളെ കൊണ്ടുപോവുകയും അങ്ങനെ ആ ഡോക്ടറുടെ ഒരു സ്ത്രീ ആയിരുന്നു, ആ ഡോക്ടറുടെ വനിതാ ഡോക്ടർ ഞങ്ങളെ അവരുടെ കാറിൽ തന്നെ ഒരു ലാബിൽ എത്തിക്കുകയും അങ്ങനെ കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തി. അങ്ങനെയാണ് സമയം പോയത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫോണൊക്കെ അവർ മേടിച്ച് വെച്ചായിരുന്നു. മാത്രമല്ല നന്ദ ഡോക്ടറെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വൈകിയത് എന്ന് പറയാം. അപ്പോൾ സത്യം നന്ദ അറിയുക കേട്ടോ. അപ്പം ആരായിരിക്കും ഈ അല്ലെങ്കിൽ ഈ വനിതാ ഡോക്ടർ എന്ന് ഒരു ആകാംക്ഷയുടെ കാര്യമെന്നും നന്ദയ്ക്കില്ല. നന്ദയ്ക്ക് മനസ്സിലായി ഇത് പിങ്കിയുടെ തന്ത്രമാണ് എന്ന് മനസ്സിലായി. പെട്ടെന്ന് ഗൗതമിൻ്റെ അടുക്കിൽ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കുക. ആ സമയത്ത് നമ്മുടെ അരുന്ധതിയുമുണ്ട്. ആ സമയത്ത് ഈ ഗീതുവിനെയും രതീഷിനെയും കണ്ടപ്പോൾ തന്നെ ഇരുവരെയും കളിയാക്കുന്ന ചില സംഭാഷണങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണട്ടോ. വാക്ക് പാലിക്കാൻ, നിങ്ങൾ കള്ളത്തരം പറഞ്ഞ് കാശ് മേടിക്കാനാണോ, പ്രതിഫലം മേടിക്കാനാണോ ഈ പരിപാടി എന്നൊക്കെ ചോദിച്ച് ഒരുപാട് അപമാനിക്കുന്നുണ്ട്. ഈ സമയത്ത് അരുന്ധതിയോട് നന്ദ പറയുകയാണ്, അങ്ങനെയല്ല വല്യമ്മ, ഇവിടെ ഒരു ചതി നടന്നിട്ടുണ്ട്. ഗീതു കൃത്യസമയത്ത് ഇവിടെ എത്തുവാൻ വേണ്ടി തയ്യാറായതായിരുന്നു. പക്ഷേങ്കിൽ ഏതോ ഒരു വനിതാ ഡോക്ടർ വന്ന് ഗീതുവിനെയും രതീഷിനെയും കൂട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെ എന്തോ ടെസ്റ്റുകൾ നടത്തണം, അങ്ങനെ ഒരു ടെസ്റ്റ് ഇല്ല, അങ്ങനെ ഒരു ടെസ്റ്റിന് വേണ്ടി വേറൊരു ലാബിൽ കൊണ്ടുപോയി അങ്ങനെ മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ് എന്നൊക്കെ നന്ദ പറയുകയാണ്. അപ്പം ഗൗതമിൻ്റെ മുന്നിലും അതുപോലെ അരുന്ധതിയുടെ മുൻപിലും ഗീതുവും രതീഷും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പോകുന്നത് കേട്ടോ. എന്തായാലും ഈ ഹോസ്പിറ്റലിനെ ആസ്പദമാക്കിയുള്ളൊരു കഥയാണ് നാളെ. നന്ദയുടെ ആ ചതിയും അതുപോലെ നന്ദയുടെ ചതി തിരിച്ചറിയുകയും ചെയ്ത നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡ്. അങ്ങനെ ഈ എത്രയും വേഗം ഡോക്ടറെ കാണണം, ഇത് അവസാന സമയമാണ്, ഈ സമയം പോയെങ്കിലും ഞാൻ ഡോക്ടറോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ്
നന്ദ ഗൗതമിനെ നിർബന്ധിപ്പിക്കുകയാണ് ഡോക്ടറെ കാണാൻ. അപ്പോൾ ഗൗതം നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഭാഗമാണ്. ആ സമയത്ത് ചോദിക്കുക എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഡോക്ടർ വന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു. ഈ അല്ലെങ്കിൽ സറോഗസിന് വ്യക്തി എത്താത്തത് കൊണ്ട് തന്നെ കൃത്യസമയത്ത് നടക്കുകയില്ല, അതുകൊണ്ട് ആ പ്രോസസ്സിങ് നടക്കുകയില്ല, അതുകൊണ്ട് ഇനി അത് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ വല്യമ്മ തന്നെയാണ് പിങ്കിയെ വിളിക്കുകയും പിങ്കി ഇവിടെ അതിനുവേണ്ടി തയ്യാറാകുകയും ചെയ്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നന്ദ എന്നൊക്കെ ഗൗതം വളരെ ദയനീയ അവസ്ഥയെ നന്ദയോട് പറയുക. അപ്പൊ പിങ്കിനെ ഗൗതമിൻ്റെയും നന്ദയുടെയും കുഞ്ഞിനെ സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ സറോഗസിയുടെ ആദ്യ പ്രോസസ്സിങ് നടന്നു എന്ന സത്യം നന്ദ അറിയുമ്പോൾ നന്ദ അവിടെ പൊട്ടിത്തെറിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അങ്ങനെ അവിടെ കിടന്ന് അലറി വിളിക്കുകയും ഇല്ല ഒരിക്കലും നടക്കില്ല, നോ, ഇനി ഇത് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വെച്ച് നന്ദ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി ഗൗതമിനോട് താഴ്ന്ന് അപേക്ഷിക്കുക, ഇല്ല അത് നടക്കില്ല, നടത്തല്ല എന്ന് പറയാം. അന്നേരത്തേക്ക് ഈ സമയത്ത് ഇതൊക്കെ കേട്ട് പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന അരുന്ധതിയെ കാണണ്ട. കാരണം ആ സമയത്തേക്ക് നന്ദയും അതുപോലെ ഗീതവും രതീഷും വന്നപ്പോൾ തന്നെ ആദ്യ പ്രോസസ്സിങ് ഈ സറോഗസിന്റെ ആദ്യ പ്രോസസ്സിങ് കഴിഞ്ഞു എന്ന അറിയിപ്പ് ഡോക്ടർ ഇവരിൽ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് അരുന്ധതി ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി തൻ്റെ ഭാഗം വിജയിച്ചു, തൻ്റെയും പിങ്കിയുടെയും ഭാഗം വിജയിച്ചു എന്ന ഒരു ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന. പെട്ടെന്ന് നന്ദയ്ക്ക് ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇനി ആ പ്രോസസ്സിങ് കഴിഞ്ഞ് തളർന്നു നിൽക്കുന്ന നന്ദ പിങ്കിയെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ പിങ്കിയെ കാണുകയും പിങ്കിയുമായിട്ട് സംഭാഷണം നടത്തുക. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഡ്രസ്സിങ് കൊടുക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണെങ്കിലും നന്ദ തന്നെ മനസ്സിലെ വേദനകൾ പിങ്കിയോട് പ്രകടമാക്കുകയും നിന്റെ കള്ളത്തരങ്ങൾ ഇത്രത്തോളം ക്രൂരമായി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നും നിന്റെ ക്ഷീണമൊക്കെ ആദ്യം ചോദിച്ചാൽ ആദ്യം കയറി ചെല്ലുന്നുണ്ടോ. അങ്ങനെ നന്ദയ്ക്കും ഗൗതമനും അതുപോലെ എല്ലാവർക്കും പിങ്കിയാണ് ഈ കാണിച്ച അല്ലെങ്കിൽ ഈ ഡോക്ടറുടെ വേഷത്തിലെത്തി കബളിപ്പിച്ചത് എന്ന സത്യം മനസ്സിലാക്കുകയും അങ്ങനെ നന്ദ പിങ്കിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും ഗൗതമനും അതുപോലെ അരുന്ധതിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അരുന്ധതിക്ക് പോട്ടെ, ഗൗതമന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എന്താണ് ആരെയാണ് കൈക്കൊള്ളേണ്ടത്, ആരെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനോടൊപ്പം നമ്മുടെ രതീഷിൻ്റെയും ഗീതുവിൻ്റെയും സത്യസന്ധതയും നന്ദയും ഗൗതമും മനസ്സിലാക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷം കാണുന്നത് വലിയൊരു പൊട്ടിത്തെറിയുടെ അനുഭവമൊക്കെയാണോ നന്ദ അല്ലെങ്കിൽ പിങ്കി ഈ ആദ്യ പ്രോസസ്സിങ് കഴിഞ്ഞ് ഈ സറോഗസിൻ്റെ ആദ്യ പ്രോസസ്സിങ് കഴിഞ്ഞ് വിജയലാളിതയായി നന്ദയുടെ മുഖത്ത് ഒരു പുച്ഛഭാവത്തോടു കൂടി നോക്കി ചിരിക്കുകയും എല്ലാം താൻ നേടിയെന്ന ഭാവത്തിൽ ഗൗതമിനെ തനിക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതിൻ്റെ ആദ്യ പടിയാണെന്നൊക്കെ മനസ്സിലാക്കിയൊരു നിറപുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും നന്ദയുടെ ജീവിതത്തിലെ താളം തെറ്റലിൻ്റെ ആദ്യ ദിവസമായിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന. അങ്ങനെ നന്ദ ഒരു പക്ഷെങ്കിൽ ഇനി ഗൗതമിനൊപ്പം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും ദിവസത്തെ എപ്പിസോഡിൽ കൂടെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഇട്ടിരുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കഥയും നന്ദയ്ക്ക് ഇന്ദീപുരം തറവാട്ടിൽ യാതൊരു അർഹതയുമില്ലാതെ യാതൊരു അവകാശവുമില്ലാതെ ഒരു പരിഹസിക്കപ്പെട്ടവളായി നിൽക്കേണ്ട ചില നിമിഷങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലും അത് കഴിഞ്ഞുള്ള എപ്പിസോഡിലും നമുക്ക് കാണാം. വരും ദിവസത്തെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.